രാഹുൽ ഗാന്ധിക്കെതിരെ ബി.ജെ.പി രംഗത്തെത്തി ജനാധിപത്യത്തിൽ പരാജയം അംഗീകരിക്കുകയാണ് മര്യാദയെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പ്രതികരിച്ചു. एक महिला का तस्वीर लेकर के मिंता देवी नाम की एक महिला का तस्वीर को टी शर्ट में छपवा करके पार्लियामेंट के परिसर में घूमते रहा. इतना डांटा कांग्रेस पार्टी को कि उसको उम्र को 124 बता करके जितना बदनाम किया. तो ऐसा नकली फोटोग्राफ, नकली नाम, नकली इशू लेकर के राहुल गांधी और कांग्रेस पार्टी समय समय में बोलते रहते हैं. हमने माना और हमने कांग्रेस और उनके जो यूपीए गठबंधन को हमने बधाइयां दी. हमारा एक्सपेक्टेशन का हिसाब से हमको नतीजा नहीं मिला. फिर भी लोकतंत्र में पराजित हो या जीत हो उसको स्वीकार करना पड़ेगा. ബൽറാം നെടുങ്ങാടിയുടെ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ബൽറാം, ഈ കണക്കുകൾ പുറത്തുവിട്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം. മുൻ വാർത്താ സമ്മേളനങ്ങൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഹരിയാനയിലെ കാര്യങ്ങൾ പറയുമ്പോൾ അതൊന്നുകൂടി ശക്തിയുള്ളതായി മാറുന്നു. ആ ആരോപണങ്ങളിൽ എങ്ങനെയാണ് ബി.ജെ.പിയുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ഒക്കെ പ്രതികരണം? ബൽറാം, ഉന്മേഷ്, രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരുന്ന ഹൈഡ്രജൻ ബോംബ് അതാണ് ഇന്ന് അദ്ദേഹം പൊട്ടിച്ചിരിക്കുന്നത്. ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അടിമുടി കൃത്രിമം നടന്നു എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ഒരു സർക്കാർ കൃത്രിമ വോട്ടിലൂടെ അല്ലെങ്കിൽ വ്യാജ വോട്ടുകളിലൂടെ ഭരണം തന്നെ കൊള്ള ചെയ്യപ്പെടുകയാണ് ഹരിയാനയിൽ ഉണ്ടായത് എന്നും അദ്ദേഹം ആരോപിക്കുന്നു. പ്രധാനമായും 100% തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്, രേഖകളുടെ അടിസ്ഥാനത്തിലാണ് താൻ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് എന്ന് രാഹുൽ അറിയിക്കുകയും ഹരിയാനയിലെ വോട്ടർ പട്ടിക രാഹുൽ ഗാന്ധിയുടെ സംഘം പൂർണ്ണമായും പരിശോധിച്ച് കണ്ടെത്തിയ രേഖകൾ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം. അതിൽ എടുത്തു കാണിച്ച കാര്യങ്ങൾ ഒരു ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം ഉപയോഗിച്ച് വോട്ടർ പട്ടികയിൽ 22 ഇടങ്ങളിൽ വോട്ട് ഉണ്ട്. അത് 10 ബൂത്തുകളിലായി വോട്ട് അവർക്ക് ഉണ്ട്. ഇതോടൊപ്പം തന്നെ ഒരു സ്ത്രീയുടെ പേരിൽ 223 വോട്ടുകൾ ഉണ്ട്. അത് ഒറ്റ വാർഡിലാണ് ഈ 223 വോട്ടുകൾ ഉള്ളത്. മറ്റൊരു സ്ത്രീയുടെ പേരിൽ 100 വോട്ടുകൾ. ഇത്തരത്തിൽ ഏതാണ്ട് 25 ലക്ഷം വോട്ടുകൾ കൃത്രിമമായി ഈ ഹരിയാനയിലെ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നു എന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നു. 2 ലക്ഷം വോട്ടർമാരാണ് ഹരിയാനയിലുള്ളത്. അതിൽ 25 ലക്ഷത്തോളം ഇത്തരത്തിൽ വ്യാജ വോട്ടർമാർ. 8ൽ 1 വ്യാജം എന്ന കണക്കാണ് ഹരിയാനയിലേത് എന്നും ഹരിയാനയിലെ വോട്ടർ പട്ടിക അടിമുടി വ്യാജമാണ്, അസംബന്ധമാണ് എന്നും രാഹുൽ പറയുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത്തരം ഇരട്ടിപ്പ് ഒത്തുനോക്കണമെങ്കിൽ അതിനായി പ്രത്യേക സോഫ്റ്റ്വെയർ ഉണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് ഉപയോഗിച്ചില്ല. കാരണം അത് ബി.ജെ.പിയെ സഹായിക്കാനാണ്. ബി.ജെ.പിയാണ് ഈ വോട്ട് ഇരട്ടിപ്പ് അടക്കമുള്ള തന്ത്രങ്ങൾ പുറത്തെടുത്തത്. 5 തരത്തിലാണ് ഹരിയാനയിൽ വോട്ട് തട്ടിപ്പ് നടന്നത് എന്ന് രാഹുൽ ചൂണ്ടിക്കാണിക്കുന്നു. ഇരട്ട വോട്ടുകൾ, മറ്റ് ഉത്തർപ്രദേശിലെ ബി.ജെ.പിയുടെ പ്രാദേശിക നേതാക്കൾ ഹരിയാനയിലും വോട്ട് ചെയ്തിരിക്കുന്നു. കൂടാതെ ഒരേ പേരിൽ തന്നെ അല്ലെങ്കിൽ ഒരേ ചിത്രം ഉപയോഗിച്ചുള്ള നിരവധി വോട്ടുകൾ വ്യാജ മേൽവിലാസത്തിൽ ചേർക്കുന്നു. ഒരു വീട്ടിൽ തന്നെ അല്ലെങ്കിൽ വീട്ടു നമ്പർ 0 എന്നെഴുതിയ രേഖപ്പെടുത്തിക്കൊണ്ട് 66ഓളം വോട്ടുകൾ ഒറ്റ മേൽവിലാസത്തിലുള്ളതായി രാഹുൽ ഗാന്ധി ഈ രേഖകൾ സഹിതം ആരോപിച്ചു. ഇത്തരത്തിൽ വോട്ട് ഇരട്ടിപ്പ് നടത്തുന്നു, ബൾക്ക് വോട്ടിംഗ് നടത്തുന്നു. കൂടാതെ ഫോം 6ന്റെയും 7ന്റെയും ദുരുപയോഗത്തിലൂടെ കോൺഗ്രസിന് അനുകൂലമായ വോട്ടുകൾ നീക്കം ചെയ്തും ബി.ജെ.പിക്ക് വോട്ട് ചെയ്യാവുന്ന കൃത്രിമ വോട്ടുകൾ ചേർത്തും 5 തരത്തിൽ ഈ തട്ടിപ്പ് നടത്തുന്നത് എന്നാണ് രാഹുൽ ആരോപിക്കുന്നത്. ഇതിൽ എന്ത് ചെയ്യാം എന്ന ചോദ്യത്തിനും രാഹുൽ ഇന്ന് മറുപടി പറഞ്ഞു. താൻ ഇപ്പോൾ ഈ കാര്യങ്ങൾ സംബന്ധിച്ച് 100% തെളിവുകൾ സഹിതം വ്യക്തതയോടെ രാജ്യത്തെ യുവാക്കൾക്ക് മുന്നിൽ എന്താണ് രാജ്യത്ത് തെരഞ്ഞെടുപ്പുകളിൽ സംഭവിക്കുന്നത് എന്ന് യുവാക്കൾക്ക് മുന്നിൽ വെക്കുകയാണ് എന്നും ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടത് രാജ്യത്തെ യുവതലമുറയാണ് എന്നും ജനാധിപത്യത്തെ തകർക്കുന്ന നടപടിയാണ് ഈ വോട്ട് കൊള്ളയിലൂടെ ഉണ്ടാകുന്നത് എന്നുമാണ് രാഹുൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. വിഷയത്തിൽ നിയമപരമായ നടപടികൾക്ക് പരിമിതികളുണ്ട് എന്നും അദ്ദേഹം എടുത്തു പറയുന്നു. കാരണം ഈ വോട്ടർ പട്ടിക അവസാന ഘട്ടത്തിലാണ് പാർട്ടികൾക്ക് ലഭിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ ഇത് പൂർണ്ണമായും പരിശോധിച്ച് അതിൽ എത്രത്തോളം കള്ള വോട്ടുകളുണ്ട് അല്ലെങ്കിൽ ഇരട്ടിപ്പ് ഉണ്ട് എന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് തെരഞ്ഞെടുപ്പിന് മുമ്പ് കണ്ടെത്തി പരാതി നൽകുക എന്നുള്ളത് അപ്രായോഗികമാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. മറിച്ച് ഇത്തരം സർക്കാരുകൾ, വോട്ട് കൊള്ളയിലൂടെ അധികാരത്തിലെത്തിയ സർക്കാരുകൾക്ക് ജനങ്ങൾ
ജനങ്ങൾക്ക് മുന്നിൽ നിയമസാധുതയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ബീഹാർ തിരഞ്ഞെടുപ്പിലും ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ ഇത്തരത്തിലുള്ള കൃത്രിമം നടന്നതായും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ബീഹാറിൽ നിന്നുള്ള 3 കുടുംബങ്ങളെ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. അവർ കോൺഗ്രസ് അനുഭാവികളായ അവരുടെ വോട്ടുകൾ നീക്കം ചെയ്യപ്പെട്ടതായി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇവർ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. ബീഹാറിലെ വോട്ടർ പട്ടികയിലും ഈ SIR-ന് ശേഷം പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിലും ഇത്തരത്തിൽ വലിയ തോതിൽ കൃത്രിമം നടന്നതായുള്ള വിവരം ലഭിച്ചിട്ടുണ്ട് എന്നും കൂടുതൽ വിവരങ്ങളുമായി ബീഹാർ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അവലോകനം ചെയ്ത ശേഷം വീണ്ടും മാധ്യമങ്ങളെ കാണുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അതേസമയം ഈ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെ തള്ളുകയാണ് BJP. ജയമായാലും പരാജയമായാലും അത് അംഗീകരിക്കാൻ തയ്യാറാകണമെന്നും വ്യാജ ആരോപണങ്ങളാണ് രാഹുൽ ഉന്നയിക്കുന്നത് എന്നുമാണ് ഈ വിഷയത്തിൽ BJPയുടെ പ്രതികരണം. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഹരിയാനയിലെ ആരോപണങ്ങളോട് പ്രതികരിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. ഇന്നത്തെ വാർത്താ സമ്മേളനത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 തവണ മഹാരാഷ്ട്രയിലെയും കർണാടകയിലെയും വിഷയങ്ങൾ ഉന്നയിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തെക്കാൾ വളരെ അളന്നു മുറിച്ച് കൃത്യമായ രേഖകൾ സഹിതമുള്ള വാർത്താ സമ്മേളനമായിരുന്നു രാഹുൽ ഗാന്ധി ഇന്ന് നടത്തിയത്. ഉന്മേഷ്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.